ഞാൻ ടോമി ചെറിയാൻ 2015 പാലാ സെൻറ് തോമസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് വിഭാഗം തലവനായും വൈസ് പ്രിൻസിപ്പളായും റിട്ടയർ ചെയ്തു. 2015 തന്നെ പയസാറ്, മുരിക്കൻ സാറ്, കർണിക്കൽ സാറ് അവരുടെ കൂടെ കൂടി കരിയർ ഹൈറ്റ്സ് എന്നുള്ള സ്ഥാപനം ആരംഭിച്ചു. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം മലയാളികൾക്കത്ര പരിചയമില്ലാത്ത സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ എഴുതുവാൻ മലയാളികളെ സജ്ജമാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഞങ്ങൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം വിദ്യാർത്ഥികൾ, പേരൻസ്, ടീച്ചേഴ്സ് ആർക്കും തന്നെ SSC പരിചയമില്ലായിരുന്നു. പലരും ഇങ്ങനെ കേട്ടിട്ട് പോലുമില്ല. ഞങ്ങൾക്ക് മനസ്സിലായി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനെ പറ്റി, കേന്ദ്ര ഗവൺമെൻറ് ജോലികളെപ്പറ്റി വലിയ തെറ്റിദ്ധാരണകൾ മലയാളികളുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നുവെന്ന്. ചില തെറ്റിദ്ധാരണകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യത്തേത്, മലയാളികൾക്ക് ഈ ജോലിയൊക്കെ കിട്ടുമോ ഇല്ലയോ? മലയാളികൾക്ക് കിട്ടുകയില്ലായിരുന്നെങ്കിൽ ഈ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് 500-ൽ പരം കരിയർ ഹൈറ്റ്സിലെ കുട്ടികൾ ജോലി പ്രവേശിച്ചു കഴിഞ്ഞു. അതും പലരും റാങ്കോടുകൂടി പാസ്സായി. മലയാളികളല്ലേ? ആ ജോലി കിട്ടിയവരിൽ പലരും സാധാരണ കുട്ടികളായിരുന്നു. വലിയ റാങ്കുകാരോ അങ്ങനെയുള്ള പശ്ചാത്തലമുള്ള കുട്ടികളായിരുന്നില്ല. ഒരു കാലത്ത് പ്രത്യേകിച്ച് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ 70-കളിൽ 80-കളിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളിലെ 39% വരെ മലയാളികൾക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ വന്ന് 2.3% വന്നു. അപ്പോൾ മലയാളികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ സ്ഥാനം ഇത് നോർത്ത് റീജിയൻ കൈയടക്കി കഴിഞ്ഞു. നോർത്ത് റീജിയൻ എന്ന് പറഞ്ഞാൽ ഡൽഹി, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഈ 3 സംസ്ഥാനങ്ങൾ അടങ്ങുന്ന നോർത്ത് റീജിയനാണ് കഴിഞ്ഞ 5 വർഷത്തെ റിസൾട്ട് എടുത്ത് നോക്കിയാൽ 37.5% അവരാണ് കൈക്കലാക്കുന്നത്. മലയാളി അടങ്ങുന്ന സൗത്ത് റീജിയൻ, കർണാടക, കേരളം, ലക്ഷദ്വീപ്, അവർക്ക് കിട്ടുന്നത് 2.5% ആണെന്ന് ഓർത്തോളൂ. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റ്സ് ഉള്ള സംസ്ഥാനങ്ങളാണ്. പക്ഷേ ഈ പരീക്ഷകൾ എഴുതുന്നില്ല. അതാണ് പ്രധാനമായിട്ടുള്ള കാരണം, ഇത്രയും പെർസെൻറ്റേജ് കുറഞ്ഞ് പോകാനായിട്ട്. അതുകൊണ്ട് മലയാളികൾക്ക് കിട്ടുകയില്ല എന്നുള്ളതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ അജ്ഞത കൊണ്ടാണ് മലയാളികൾക്കിത് കിട്ടാത്തത്. രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ ഇതാണ്, ഈ പരീക്ഷകളെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണെന്നുള്ളത്. പക്ഷേ ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പരീക്ഷയുടെ ബുദ്ധിമുട്ട് കൊണ്ടല്ല, ഇതിനു വേണ്ടി പഠിക്കേണ്ട രീതിയിൽ അല്ലെ പഠിക്കേണ്ട ആ ഒരു മനോഭാവം ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും മലയാളികൾക്ക് ഈ പരീക്ഷ പാസ്സാകാൻ പറ്റാതെ പോകുന്നത്. ഇത് ബുദ്ധിമുട്ടുള്ള പരീക്ഷയല്ല. ഒരു PSC പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനെ പരീക്ഷ എഴുതിക്കൂടാ? നമ്മൾ പലപ്പോഴും ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി അറിയാതെ ആരൊക്കെയോ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം കേട്ടുകൊണ്ട് മാത്രം പറയുന്നതാണ്. അപ്പം ഞങ്ങൾക്കിവിടെ ജോലി കിട്ടിയിരിക്കുന്ന കുട്ടികൾ, റാങ്ക് കിട്ടിയ കുട്ടികൾ ഉൾപ്പെടെ ആവറേജ് ആയിരുന്നു കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത്. അവർ ഒരു ലക്ഷ്യബോധത്തോടുകൂടി പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതിവേഗത്തിൽ തന്നെ ജോലി പ്രവേശിക്കാൻ അവരെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് സത്യം. വേറെ ഒരു തെറ്റിദ്ധാരണ, ഈ പരീക്ഷയൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകണം, ഡൽഹിയിൽ പോകണം എന്നുള്ള തരത്തിലുള്ള ആശയങ്ങളാണ്. പലർക്കും അറിയാൻ മേലാത്തത് കേരളത്തിൽ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ 7 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളത്തുണ്ട്, കോട്ടയത്തുണ്ട്, കൊല്ലത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അധികം ദൂരമൊന്നും യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പരീക്ഷകളെല്ലാം തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ എഴുതാൻ സാധിക്കും. വേറെ ഒരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത്, ജോലി കിട്ടിയാൽ കേരളം വിട്ട് വടക്കേ ഇന്ത്യയിലോട്ട് പോകണം ജോലി തേടി, അല്ലെങ്കിൽ അവരുടെ പോസ്റ്റിംഗ് ഒക്കെ വിദൂരമായ സ്ഥലങ്ങളിലായിരിക്കും എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മിക്ക കേന്ദ്ര ഗവൺമെൻറ് ജോലികളും അവരുടെ ഓഫീസുകളും കേരളത്തിൽ തന്നെ ലഭ്യമാണ്. അപൂർവം ചില പോസ്റ്റുകൾ നമ്മൾ അതിൻ്റെ ആസ്ഥാനത്ത് അല്ലെങ്കിൽ അത് ആ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് അവിടേക്ക് പോകേണ്ടി വരും. ഉദാഹരണമായിട്ട് സെൻട്രൽ സെക്രട്ടേറിയറ്റ്, അത് ഡൽഹിയിലാണല്ലോ, അങ്ങോട്ട് പോയേ പറ്റൂ. അത് ഓപ്റ്റ് ചെയ്താൽ, അറിഞ്ഞുകൊണ്ടല്ലേ ഓപ്റ്റ് ചെയ്യുന്നത്, ഓപ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. ആംഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സ്, അത് ഡൽഹിയിലാണ്. ആംഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നമ്മൾ ഓപ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചാൽ അങ്ങോട്ടേക്ക് പോകണം. ബാക്കിയുള്ള മിക്ക ഓഫീസുകളും നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്, അല്ലെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഉദാഹരണമായിട്ട് CBI, എൻഫോഴ്സ്മെൻറ്റ്, ഇൻകം ടാക്സ്, GST, ഇതെല്ലാം പ്രിവൻറ്റീവ് ഓഫീസർമാർ, ഇതെല്ലാം കേരളത്തിൽ തന്നെ ഉണ്ട്, അവരുടെ പോസ്റ്റിംഗ് ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ നിന്ന് ജോലി കിട്ടിയ കുട്ടികളിൽ ഒരു 80% പേരും കേരളത്തിൽ തന്നെയാണ് പോസ്റ്റിംഗ് ചോദിച്ചതും കിട്ടിയതും. വേറെ ഒരു തെറ്റിദ്ധാരണ ചില ഭാഗത്തുനിന്നേലും ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഈ പരീക്ഷകളെല്ലാം മാനിപ്പുലേറ്റഡ് ആണ്, അൺഫെയർ ആണ്.
അങ്ങനെയൊന്നില്ല. ഈ പരീക്ഷകൾ നടത്തുന്നത് വളരെ ക്രെഡിബിളായ ഇൻ്റർനാഷണൽ തലത്തിൽ ക്രെഡിബിലിറ്റി തെളിയിച്ചിട്ടുള്ള TCS ആണ് ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ മിക്ക പരീക്ഷകളും നടത്തുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമാണ്. ഇതിനകത്ത് കയറി മാനിപ്പുലേഷൻ നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോസിബിൾ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. എങ്കിലും ഞങ്ങളുടെ മുമ്പിലുള്ള തെളിവുകൾ വെച്ചുകൊണ്ട്, ഞങ്ങൾ കാണുന്ന റിസൾട്ടുകളൊക്കെ വെച്ചുകൊണ്ട്, ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടിരിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഫൈനൽ റിസൾട്ട് വരുമ്പോഴും വിജയികളായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള ഒരു സിസ്റ്റം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും ഇത് വളരെ വളരെ ഫെയറായിട്ട് നടത്തുന്ന പരീക്ഷകളാണ്. അതുകൊണ്ട് അൺഫെയർ ആണെന്നൊക്കെ കവലകളിൽ നിന്നും അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടും ഒക്കെ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കരുത്. വേറെ ഒരു തെറ്റിദ്ധാരണയുള്ളത്, അത് തെറ്റിദ്ധാരണ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഗവൺമെൻറ് ജോലിക്കൊന്നും ഗ്ലാമർ ഇല്ല എന്ന് ചിലരെങ്കിലും എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്ലാമർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ടൈയൊക്കെ കെട്ടി നടക്കുന്നതാണോ, അല്ല എപ്പോഴും വലിയ ഹൈ ലെവൽ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും AC-ക്കകത്തിരുന്ന് ജോലി ചെയ്യുന്നതൊക്കെയാണോ ഗ്ലാമർ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്കിലും ഇങ്ങനെ സംശയമുള്ളവരോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷനുള്ള ഒരാളുടെ കൂടെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ നിർത്തുക, ആർക്കായിരിക്കും കൂടുതൽ പവർ ഉണ്ടായിരിക്കുക, ആർക്കായിരിക്കും കൂടുതൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കുക? തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന എല്ലാ ജോലിക്കും റെസ്പെക്റ്റ് ഉണ്ട്, പവിത്രതയുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഏതെങ്കിലും പ്രൊഫഷൻ എടുത്ത് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ കാണുന്ന ഏറ്റവും ഗ്ലാമർ ഉണ്ടെന്ന് കരുതുന്ന ഒരു പ്രൊഫഷനിലെ വെച്ച് ഒരു സീനിയർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെയും കൂടെ സൈഡ് ബൈ സൈഡായിട്ടൊന്ന് വെച്ചൊന്ന് നോക്കുക. ഞങ്ങളുടെ അനുഭവത്തിൽ എപ്പോഴും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഗ്ലാമർ കൂടുതൽ. അപ്പോൾ ഈ തെറ്റിദ്ധാരണയുടെ പേരിൽ ഗവൺമെൻറ് സർവീസിലേക്ക് വരാതിരിക്കരുത്, ഈ പരീക്ഷകൾ എഴുതാതിരിക്കരുത്. തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഒരു പ്രൊഫഷൻ ആണ് ഗവൺമെൻറ് സർവീസ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ ഗവൺമെൻറ് സർവീസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.